കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. കേരളത്തിന്റെ പദ്ധതി എന്ന് ചില കാര്യങ്ങൾ എടുത്ത് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പദ്ധതി നമ്മൾ മുൻപേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2000 സ്കൂളിലോ മറ്റോ ടിങ്കറിംഗ് ലാബ് നടപ്പിലാക്കുന്നു. കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ ഈ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടെ ഒരു സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരാൻ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. നമ്മുടെ സ്കൂളിലെ, നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല, പ്രൈമറി സ്കൂളുകളിലടക്കം വന്നു കഴിഞ്ഞു. നമ്മുടെ ഒരു അഭിമാനമാണ്, കേരളത്തിന്റെ ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നത്? ഇതിന് പണം അനുവദിക്കും. കേരളത്തിന് പണം വേണ്ട. ഇതിനവർ 10, 10,000, 5,000 കോടി അനുവദിക്കും. കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് 100, 500 കോടി കിട്ടണമെങ്കിൽ, 250 കോടി കിട്ടണമെങ്കിൽ കേരളം ഇതിന് എലിജിബിൾ അല്ല. കാരണം കേരളം ഈസ് ഓൾറെഡി ഹാവിംഗ് ദാറ്റ് ഫെസിലിറ്റി. സ്റ്റെപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം കാണണം. കാരണം അത് നമ്മൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കത് ഡിനൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു 72,000 കോടി തരേണ്ടടുത്ത് 32,000 കോടിയെ തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്നത് ഈ തരത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഇന്ത്യയിലെ ആകെയുള്ള സ്കൂളിൽ 20% ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ പോലും ചിലപ്പം ചില സ്റ്റേറ്റുകളിൽ പറ്റുമായിരിക്കില്ല. കേരളത്തിലെ 100%ഉം LP സ്കൂളിലടക്കം കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ബാക്കി കാര്യങ്ങളും വന്നു കഴിഞ്ഞു. അപ്പം അത് എങ്ങനെയാ രണ്ടും ഒരേ പാറ്റേണിൽ കാണാൻ പറ്റുക? ഇതിനാണ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ തരത്തിലേക്കുള്ള അവകാശങ്ങൾ കൊടുക്കണം. പൊതു കണ്ടീഷൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇനിയിപ്പം ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് കൊടുക്കുന്നതിനകത്ത് 2 ചപ്പാത്തിയും ഒരു ഡാളും ഒരു മഖാനയും കൊടുക്കണം എന്ന് പറയുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇവിടെ ആൾക്ക് ഇഷ്ടം ചോറും മുട്ടക്കറിയും മീൻകറിയും ആണെങ്കിൽ നിങ്ങളത് കൊടുക്കുക എന്ന തരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി വേണമെന്നുള്ളതാണ് പ്രശ്നം.